ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. പാപ്പച്ചന് 1 വയസ്സാവുകയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 6:30ക്കാണ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കേക്ക് ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മളത് ഉണ്ടാക്കി. പെൻഡിങ് ആയിട്ടുള്ളത് ഡെക്കറേഷനാണ്. ഡെക്കറേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിനിഷ് ചെയ്യണമെന്ന് ഓർത്തതാണ്. പക്ഷേ നമുക്ക് കുട്ടികൾക്കൊക്കെ വയ്യാണ്ടായതുകൊണ്ട് നമുക്ക് ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ് ഡെക്കറേഷനൊക്കെ. ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 6:30ക്കാണ് ഫ്രണ്ട്സ് എല്ലാവരും വരിക. അപ്പോൾ അതിനു മുന്നേ നമുക്കത് ഫിനിഷ് ചെയ്യണം. അപ്പോൾ വീഡിയോ കാണാം. പോടവള കേക്ക് ടേബിളിൻ്റെ കൂടെ സെറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉണ്ടാക്കിയിരുന്നു. ഏകദേശം ഒരു 7 ഐറ്റംസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ഡോണറ്റ്. കാർ തീം ആയതുകൊണ്ട് കാറിൻ്റെ ടയർ പോലെയാണ് നമ്മൾ ഡോണറ്റിനെ ആക്കുന്നത്. ഡോണറ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഡാർക്ക് ചോക്ലേറ്റിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് ഷുഗർ കുക്കി. കാർ ഷേപ്പിലുള്ള കുക്കി കട്ടറൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് കാർ ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഷുഗർ കുക്കി ഐസിങ് ചെയ്യുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നില്ലെങ്കിലും അവസാനം ഒരു കാറിൻ്റെ ഷേപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാറിൻ്റെ ഷേപ്പിലുണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ ബാർ ചോക്ലേറ്റും എമാൻഡമും വെച്ചുള്ള ഒരു ചോക്ലേറ്റ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. ബാർ ചോക്ലേറ്റിൻ്റെ 2 സൈഡിലും എമാൻഡം ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് വെറുതെ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ആയപ്പോൾ ഇതൊരു കാർ ഷേപ്പ് പോലെ വന്നു. അതുപോലെ തന്നെ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ടാക്കിയതാണ് ഈ ട്രാഫിക് ലൈറ്റ്. ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു വേഫേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു സ്റ്റിക്ക് കുത്തിയിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തു. അതിനകത്ത് റെഡ്, യെല്ലോ, ഗ്രീൻ കളറിലുള്ള എമാൻഡമും കൂടി വെച്ചപ്പോൾ ട്രാഫിക് ലൈറ്റ് പോലെയായി. പിന്നെ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയത് 3 ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ബട്ടർ കുക്കിയാണ്. അതിവിടെ ചേച്ചി സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഉള്ളത് വാനില കപ്പ് കേക്കും പിന്നെ ഈ ഒരു കാറിൻ്റെ ഷേപ്പിലുള്ള ഒരു ചോക്ലേറ്റാണ്. ഈ കാറിൻ്റെ ഷേപ്പിലുള്ളത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കേക്ക് ടേബിളിൻ്റെ കൂടെ സെറ്റ് ചെയ്യാനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ കൊണ്ട് നമ്മൾ കേക്ക് ടേബിളിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട ബാക്കിയുള്ള ജോലി ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ 3 സ്ഥലത്താണ് എനിക്ക് ഡെക്കറേഷൻസ് ചെയ്യാനുള്ളത്. ഒന്ന് കേക്ക് ടേബിളിൻ്റെ ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിൽ ഒരു വെൽക്കം ബോർഡ് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു ട്രാക്കും സെറ്റ് ചെയ്യാനുണ്ട്. പാള കൊണ്ടുള്ള ഈ വാൾ ഡെക്കറില്ലേ, അപ്പോൾ ഈ സൈഡിലാണ് ഞാൻ കേക്ക് ടേബിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി ഈ പാള കൊണ്ടുള്ള ഈ പ്ലേറ്റ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ കേക്ക് ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. കേക്ക് ടേബിളിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് ഒരു ബാനർ സെറ്റ് ചെയ്യണം, പിന്നെ ഒരു ഗാർലൻഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബലൂൺസൊക്കെ ഒരു ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബലൂൺസൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞു. ബലൂൺസിൻ്റെ 2 ഗാർലൻഡ് ഉണ്ടാക്കാനുണ്ട്. ഒന്ന് നമ്മുടെ ബാക്ക് ഡ്രോപ്പിൽ ഒരു വലിയൊരു ഗാർലൻഡ് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വെൽക്കം ബോർഡിൻ്റെ സൈഡിലും ഒരു ചെറിയൊരു ഗാർലൻഡ് സെറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും ബലൂൺസിൻ്റെ പരിപാടികൾ ഇവിടെ ഭയങ്കര ആഘോഷമായി. നല്ല രസമുണ്ട് ഈ ബലൂൺസ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ തിയാപ്പൂനും ഭയങ്കര ഹാപ്പിയായി. ഈ ഡെക്കറേഷൻസ് വേണ്ട ആക്സസറീസ് എല്ലാം ഞാൻ ടെമ്മുവിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ബലൂണിൻ്റെ ഒരു സെറ്റായിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. എനിക്ക് ഒരു ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഗ്രേ ഷെയ്ഡിലുള്ള തന്നെ വേണമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റിനകത്ത് ഈ ഗാർലൻഡ് ഉണ്ടാക്കേണ്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിങ്ങും ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രിങ്ങിനകത്ത് നമുക്ക് ഈ ബലൂൺസ് വെറുതെ ഇങ്ങനെ കോർത്തിട്ടാൽ മതി. അപ്പോൾ അവസാനം ഒരു ഗാർലൻഡിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മളത് നമ്മുടെ ഭിത്തിയിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ ബാനറും ടെമുവിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. 2 പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടെ ഒന്ന് ഒരു ട്രാക്ക് പോലെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ ഒരു ബാനറും ഉണ്ടായിരുന്നു. ബാനറാണ് കുറച്ചും കൂടി സേഫ് സൈഡായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ബാനറിൽ ഫിക്സ് ചെയ്തു. പിന്നെ ഈ ബലൂൺസിൻ്റെ ഗാർലൻഡും ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന സ്ഥലത്ത് നമുക്ക് ചെറിയ ചെറിയ ബലൂൺസ് വെച്ചിട്ട് വെറുതെ ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഷേപ്പിലൊക്കെയുള്ള എക്സ്ട്രാ ബലൂൺസും ഉണ്ടാവും. അത് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഫ്രണ്ട് ഡോറിൽ വെക്കാനുള്ള വെൽക്കം ബോർഡാണ്. ആക്ച്വലി എനിക്ക് വെൽക്കം ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിയാപ്പൂൻ്റെ സ്റ്റഡി ടേബിളാണ് എടുത്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു വെൽക്കം ബോർഡിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ബലൂൺസിൻ്റെ ഒരു ഗാർലൻഡ് ഉണ്ടാക്കണം. ഈ ഗാർലൻഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ബലൂൺസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ഗാർലൻഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ ഉണ്ടാക്കിയത് ട്രാക്കാണ്. ഒരു റെഡിമെയ്ഡ് ട്രാക്ക് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര ക്ലോത്ത് ടൈപ്പ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ വീണ് പോകുമെന്നോർത്ത് നമ്മളത് മാറ്റി ഒരു ബ്ലാക്ക് ഒരു ടേപ്പ് വെച്ചിട്ട് വെറുതെ ട്രാക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെറുതെ നമ്മൾ
വെറുതെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനിയുള്ള പെൻഡിങ് കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കേക്ക് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യാന്നാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. 6:30 ഒക്കെ ആകുമ്പോൾ എല്ലാവരും വന്ന് തുടങ്ങും. അതിന് മുന്നേ ഈ കേക്ക് ടേബിൾ സെറ്റ് ചെയ്യണം. കേക്ക് ടേബിൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ മാത്രം മതി. വർക്കൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞ് പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് ഇനി എല്ലാവർക്കും റെഡി ആവണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.